നോക്കാം. വടകരയിൽ നടക്കാൻ പോകുന്ന ഒരു പഠന പരിപാടിയുടെ അറിയിപ്പാണത്. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ, അതായത് SKJM. അതെ, SKJM അവരുടെ വടകര റേഞ്ച് ഘടകം. അതെ, വടകര റേഞ്ച് അവര് ഓഗസ്റ്റ് 9 ശനിയാഴ്ച ഒരു പരിപാടി വെക്കുന്നുണ്ട്. ശരി. 3ാം തദ്രീബ് പാഠശാല എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഓ, തദ്രീബ് പാഠശാല. അപ്പോ പരിശീലനം അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ളതാവല്ലേ? അതേന്ന് തോന്നുന്നു. മൂരാടിലെ മമ്പൂൽ ഉലു മദ്രസയിലാണ് സ്ഥലം. രാവിലെ 7 മണിക്ക് തന്നെ തുടങ്ങുമെന്നാണ് നോട്ടീസില്. 7 മണിക്ക്? അപ്പൊ നേരത്തെ തുടങ്ങുന്നുണ്ട്. അതെ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇതിൽ എവിടെയാണ് ഒരു താല്പര്യം വരാൻ സാധ്യത എന്നൊക്കെ നമുക്ക് ഒന്ന് സംസാരിച്ചു നോക്കിയാലോ? തീർച്ചയായും, തുടങ്ങിക്കോളൂ. രാവിലെ 7 മണിക്ക് തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആദ്യം തന്നെ TM ഹമീദ് ദാരിമി പന്തിപ്പൊയിലിന്റെ ഒരു ജനറൽ ടോക്ക് ഉണ്ട്. ഓ, ഒരു ആമുഖ പ്രഭാഷണം പോലെ ആയിരിക്കുമല്ലേ? ഒരു പക്ഷേ പരിപാടിക്ക് ഒരു ദിശാബോധം നൽകാൻ. ശരിയാണ്. അതിനുശേഷം അൽ ഹാഫിൽ അബ്ദുൽ ഖാദിർ സാലിഹി അദ്ദേഹം ഒരു മോഡൽ ക്ലാസ് അവതരിപ്പിക്കുന്നുണ്ട്. അത് കൊള്ളാം. മോഡൽ ക്ലാസ് എന്ന് പറയുമ്പോൾ? അതെ, അധ്യാപകർക്ക് നേരിട്ട് കാണാമല്ലോ എങ്ങനെ ഒരു ക്ലാസ് എടുക്കാം എന്നതിന്റെ ഒരു മാതൃക. പ്രായോഗികമായിട്ട് ഉപകാരപ്പെടും. ശരി. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് ഒരു ചർച്ചയാണ്. പാനൽ ഡിസ്കഷൻ പോലെ. അതെ, വിഷയം ശ്രദ്ധേയമാണ്. മാറുന്ന ലോകം, മാറേണ്ട ക്ലാസ് റൂമുകൾ. ഓ, അത് വളരെ വളരെ പ്രസക്തമായ വിഷയമാണല്ലോ. അതേലോ. ഈ വിഷയം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പല ചിന്തകളും വരും, അല്ലേ? തീർച്ചയായും. മാറുന്ന ലോകം, മാറേണ്ട ക്ലാസ് റൂമുകൾ. ഇതിൽ ആരൊക്കെയാണ് സംസാരിക്കുന്നത്? അതിൽ അമീറുദ്ദീൻ ഹുദവി, പിന്നെ അബ്ദുസലാം ഖാസിമി, അബ്ദുൽ കരീം ബഖവി മുഹാജിർ വടകര, ഇങ്ങനെ 3 പേരാണ്. കൊള്ളാം. മുള്ളമാർക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അതൊരു നല്ല ചർച്ചയാവാനാണ് സാധ്യത. ഇവിടെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം, ഈ ചർച്ച നടക്കുന്നത് മമ്പുൽ ഉലൂം മദ്രസയിൽ വെച്ചാണെന്നതാണ്. ശരിയാണ്. ഒരു മദ്രസ പശ്ചാത്തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അതിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്. അതെ, കാരണം സാധാരണ നമ്മളെ ക്ലാസ് റൂം മാറ്റങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്താണ് കൂടുതൽ കേൾക്കാറ്. അതെ, പക്ഷേ മദ്രസകളിലും മാറ്റം ആവശ്യമാണ് എന്ന് തിരിച്ചറിയുന്നു എന്നതിന്റെ സൂചനയായിരിക്കാം ഇത്. അതെ. അപ്പോ നിങ്ങൾ ഒരു പക്ഷേ ഈ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മതപഠന കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ചർച്ചയാണ്. എന്തായിരിക്കും ഈ മാറ്റം കൊണ്ടവർ ഉദ്ദേശിക്കുന്നത്? അതാണ് എനിക്കറിയാൻ കൗതുകം. ലോകം മാറുന്നതിനനുസരിച്ച് എന്താ പറയാ, പഠിപ്പിക്കുന്ന വിഷയങ്ങളിലാണോ മാറ്റം, അതോ പഠിപ്പിക്കുന്ന രീതിയിലാണോ, ടെക്നോളജി ഉപയോഗിക്കുന്നതിലാണോ, അതോ കുട്ടികളോടുള്ള ഒരു സമീപനത്തിലാണോ മാറ്റം വരേണ്ടത്? അങ്ങനെ പല കാര്യങ്ങളും ആലോചിക്കാമല്ലോ. ശരിയാണ്. ഇതൊക്കെ ആ ചർച്ചയിൽ വരുമായിരിക്കും. പ്രത്യേകിച്ചും ഒരു മദ്രസയുടെ കാര്യത്തില് അവിടുത്തെ ഒരു പരമ്പരാഗത രീതിയും ഈ പുതിയ കാലത്തിന്റെ ആവശ്യങ്ങളും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്നുള്ള ഒരു ചോദ്യം വരും. അതൊരു വെല്ലുവിളിയായിരിക്കുമോ, അതോ ഇതിനൊരു സാധ്യതയായിട്ടാണോ ഈ സംഘാടകർ കാണുന്നത്? അതെ, ഒരു പക്ഷേ ആ ഒരു ബാലൻസ് കണ്ടെത്താനായിരിക്കും ശ്രമം. പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ രീതികൾ എങ്ങനെ ഉൾക്കൊള്ളാം എന്നതാവാം. അതെ അതെ, ഇതൊക്കെ ഊഹങ്ങളാണ്. ആ ചർച്ച കേട്ടാലേ വ്യക്തമാവൂ. അപ്പോ നമുക്കിതൊന്ന് ചുരുക്കി പറഞ്ഞാലോ? ഓഗസ്റ്റ് 9 ശനിയാഴ്ച ശരി, വടകരയിൽ SKJM റേഞ്ചിന്റെ നേതൃത്വത്തിൽ ഒരു പഠന ശിബിരം മമ്പഉൽ ഉലൂം മദ്രസയിൽ രാവിലെ 7 മണിക്ക് തുടങ്ങും. ഒരു ജനറൽ ടോക്ക്, ഒരു മോഡൽ ക്ലാസ്, പിന്നെ ആ പ്രധാനപ്പെട്ട ചർച്ച, മാറുന്ന ലോകം, മാറേണ്ട ക്ലാസ് റൂമുകൾ. അതെ, ഇത്രയുമാണ് പ്രധാന കാര്യങ്ങൾ. ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരുന്നുണ്ട്. ഈ ആശയം, അതായത് മാറുന്ന ലോകം, മാറേണ്ട ക്ലാസ് റൂമുകൾ എന്നത് എങ്ങനെയാണ് ഈ മമ്പുൽ ഉലൂം മദ്രസ പോലൊരു സ്ഥലത്ത്, ഒരു പരമ്പരാഗത സ്ഥാപനത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുക? ശരിയാണ്, അതൊരു പ്രധാന ചോദ്യം തന്നെ. അവിടുത്തെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, അവർക്കിത് എത്രത്തോളം എന്തു പറയുന്നു സ്വീകാര്യമാവും? പിന്നെ ഈ ശില്പശാലയിൽ നിന്ന് വരുന്ന ആശയങ്ങൾ, അത് ഒരു പക്ഷേ ആ മദ്രസയിൽ മാത്രം ഒതുങ്ങുമോ, അതോ പൊതുവായ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൂടി അതിന്റെ എന്തെങ്കിലും ഒരു ചലനം, ഒരു ചിന്ത വരാൻ സാധ്യതയുണ്ടോ? നല്ല ചോദ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ പരിപാടിയെ കുറിച്ച് കേട്ട് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്ന ചില കാര്യങ്ങളാണല്ലേ? തീർച്ചയായും, ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെക്കുന്നുണ്ട് ഈ അറിയിപ്പ്.